ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. കളഞ്ഞുപോയ സച്ചിയുടെ ഫോണ് തിരികെ സച്ചിയുടെ കയ്യിലേക്ക് തന്നെ കിട്ടുകയാണ്. ആ ഫോണ് കളഞ്ഞു പോകുന്നത് നമ്മുടെ മീരയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. മീരയുടെ കയ്യിൽ ആ ഫോൺ വരണമെന്നുണ്ടെങ്കിൽ ശ്രുതി തന്നെയാണ് കാരണം എന്നുള്ള കാര്യം കൂടി സച്ചിയും രേവതിയും മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സച്ചിയും അതുപോലെ തന്നെ രേവതിയും ഒരു ദിവസം വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വയസ്സായിട്ടുള്ള ഒരമ്മയും അതുപോലെ തന്നെ അച്ഛനും ഫുട്പാത്തില് ചെറിയൊരു ഷീറ്റൊക്കെ ഒഴിച്ചിട്ട് ഒരു കട പോലെ ചെരുപ്പ് തുന്നിക്കുന്ന കടയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഫുട്പാത്തിലുള്ള കടകളെല്ലാം എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയത് കൊണ്ട് കട കാലിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ആ അമ്മയും അതുപോലെ തന്നെ അച്ഛനും കരയുന്നത് കാണുമ്പോഴാണ് സച്ചിയും രേവതിയും അവിടെ ഇറങ്ങിയിട്ട് കാര്യം അന്വേഷിക്കുന്നത്. പോലീസുകാരടുത്ത് ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയതാണ്, ഫുട്പാത്തിലുള്ള എല്ലാ കടകളും ഞങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ സാധനങ്ങളും എല്ലാം അവർ വണ്ടിയിൽ കയറ്റിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ കുറച്ച് റോങ് ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. സാധനങ്ങളൊന്നും പോലീസുകാരുടെ ഒന്നും അല്ലല്ലോ, അവരുടേതല്ലേ, അത് അവർക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റേഷനിൽ വന്നിട്ട് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോലീസുകാരൻ വണ്ടിയിൽ കയറി പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ആ അമ്മയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അമ്മയെ ജസ്റ്റ് ഇങ്ങനെ തള്ളി അങ്ങ് മാറ്റുവാണ് കേട്ടോ ചെയ്യുന്നത് പോലീസുകാരൻ. പക്ഷെ ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ചെന്നിട്ട് വീഴുന്നത് കല്ലിന്റെ മേലേക്ക്, അങ്ങനെ തല ഇടിച്ച് വീഴുന്നത് കൊണ്ട് തന്നെ തല പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്. അത് കണ്ട് സച്ചിയാണെങ്കിൽ സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ചെന്നിട്ട് ആ പോലീസുകാരന്റെ കോളറിൽ പിടിച്ചിട്ട് എന്ത് തോന്നിയസായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ആരുടെ ദേഹത്താടെ കൈവച്ചെന്നൊക്കെ വെച്ചിട്ട് പോലീസുകാരൻ കുറച്ച് റോങ് ആവാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ആ പബ്ലിക്കായിട്ടുള്ള എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. പോലീസുകാരെ ഉന്തിയിട്ടാണ് ആ വയസ്സായ സ്ത്രീ താഴെ വീണിട്ട് അവരുടെ തല പൊട്ടിയിരിക്കുന്നത്. അത് വലിയ ഇഷ്യൂ ആവുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് കൂടെയുള്ള മറ്റേ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ സർ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അവനെ നമുക്ക് പിന്നീട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവര് സച്ചിയെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ നോട്ടൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. സച്ചിയാണെങ്കിൽ വേഗം തന്നെ ആ അമ്മയും അച്ഛനെയും കൂടി കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പരിശോധിച്ചതിന് ശേഷം അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ചെറിയ മുറിവായതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണ് ഈ മുറിവ് പറ്റിയെന്ന് ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്. ഒരാളെ പിടിച്ച് തള്ളിയതാണ്, എന്നിട്ട് നിങ്ങൾ പോലീസിനെ വിവരം അറിയിച്ചില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ പോലീസുകാരൻ തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. അവര് ഫുട്പാത്തില് ചെറിയൊരു ചെരുപ്പ് തയ്ക്കുന്ന കട പോലെ വെച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫുട്പാത്തിലെ കടകളെല്ലാം പോലീസുകാർ വന്ന് ഒഴിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. ആ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് രേവതി പ്രത്യേകം എടുത്ത് ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ബ്ലഡ് ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണ്, പിന്നെ മുറിവ് പറ്റിയത് കൊണ്ട് തന്നെ ബ്ലഡും ലോസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും ബ്ലഡ് കൊടുക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് വേണ്ടതെന്നും കൂടി ഡോക്ടർ പറയുന്നുണ്ട്. എന്നാൽ രേവതിക്കും അതുപോലെ തന്നെ ദേവുവിനൊക്കെ എ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് ബി പോസിറ്റീവ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കട്ടെ എന്ന് പറയാണ്. അവര് പ്രായമുള്ള സ്ത്രീ ആയതുകൊണ്ട് ബോഡി കുറച്ച് വീക്കാണ്, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്നൊന്നും ബ്ലഡിന്റെ ആവശ്യമില്ല, ധൃതി പിടിച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. എനിക്ക് കയറി വരുന്നുണ്ട് കേട്ടോ സച്ചിയും രേവതിയും. ആ അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടത്തിൽ കരയാണ്. ഈ പ്രായത്തിൽ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന്. പക്ഷെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഡോക്ടർ വീട്ടിലേക്ക് പോവാ എന്നുള്ള കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ബ്ലഡിന് വേണ്ട അറേഞ്ച്മെന്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് സച്ചിൻ രേവതിയും വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴേക്കും പോലീസുകാർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ ആരാണ് ഇവിടെ സച്ചി എന്നാണ് ചോദിക്കുന്നത്. സർ ഞാനാണെന്ന് പറഞ്ഞ് സച്ചി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് കേട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുവാണ്. എന്തിനാണ് സാർ എന്റെ മകനെ അറസ്റ്റ് ചെയ്യുന്നത്, അവൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛാ, ഞാനൊന്നും ചെയ്തില്ല എന്ന് സച്ചിയും പറയുന്നുണ്ട്. അല്ലെങ്കിലും ഇവനെ പോലീസ് തേടി വരുന്നത് ആദ്യമായിട്ടുള്ള കാര്യമാണോ? കുറച്ചു നാളായിട്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വീണ്ടും തുടങ്ങി, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ചന്ദ്ര ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ വായ അടപ്പിക്കുന്നുണ്ട് രവി. അതിനുശേഷം തന്റെ മകൻ എന്ത് തെറ്റാ ചെയ്തതെന്നുള്ള കാര്യം പോലീസുകാരെടുത്ത് ചോദിക്കുന്നുണ്ട്. സച്ചി ട്രാഫിക് പോലീസുകാരന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ച കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പോലീസുകാരന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള കാര്യം പറയുന്നത്. ഇത് കേട്ട ഉടനെ ചന്ദ്രയാണെങ്കിൽ ഇത്രയും നാള് നാട്ടുകാരുടെ മൊത്തം ഷർട്ടിൽ കയറി പിടിക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതായിരുന്നു ഇവന് ശീലം. ഇപ്പം പോലീസുകാരുടെ നെഞ്ചത്തോട്ടും തുടങ്ങിയോ, ഇവൻ കാരണം കുടുംബത്തിന് മാനം പോകുന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് പ്രാഗുവാണേ. തുടർന്ന് സച്ചിയുടെ അടുത്ത് തന്നെ രവി കാര്യം ചോദിക്കുന്നുണ്ട്. അച്ഛാ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് സച്ചി പറഞ്ഞ് കേട്ട ഉടനെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. പോലീസുകാരന്റെ ഷർട്ടെ പിടിച്ചിട്ട് പിന്നെ നീ പ്രശ്നം ഉണ്ടാക്കിയില്ലേ സർ, അവരും കൈവച്ചു എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടാ എന്താ പ്രശ്നം, ട്രാഫിക് പോലീസുമായിട്ട് എന്താ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് സച്ചിയേട്ടന്റെ മേല് ഒരു തെറ്റുമില്ല, ആ പോലീസുകാരനാണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതെന്ന് രേവതി പറയാണേ. അതെന്താ ചേച്ചി, നോ പാർക്കിംഗിലേറ്റ പാർക്ക് ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും സംഭവമാണെന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ തങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് പോലീസുകാരൻ പറയുമ്പോഴേക്കും പിന്നല്ലാതെ ഷർട്ടിന്റെ കോളറിലൊക്കെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പോലീസ് അറസ്റ്റ് ചെയ്യാണ്ടിരിക്കും.
അവൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് കാണും, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിറുപുറത്ത് പോകുന്ന ചന്ദ്രയുടെ അടുത്ത് വർഷ പറയുന്നുണ്ട്, ആന്റി കാര്യം അറിയാതെ ചുമ്മാ ഓരോന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. അത് കഴിഞ്ഞ് വീണ്ടും രവിയുടെ അടുത്ത് സച്ചി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഒരു വയസ്സായിട്ടുള്ള അമ്മയും അച്ഛനും ഒരു ഓരമായിട്ട് പ്ലാറ്റ്ഫോമിൽ കട വെച്ചിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. കട വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഒഴിപ്പിക്കുക തന്നെ ചെയ്യുന്ന പോലീസുകാരൻ പറയുകയാണേ. ഇത് കേട്ട സച്ചി ചോദിക്കുന്നുണ്ട്, കട ഒഴിപ്പിക്കുന്നതിന്റെ കൂടെ തല അടിച്ചിട്ട് അവരുടെ തല പൊട്ടിക്കുന്നത് നിങ്ങളുടെ ജോലിയാണോ എന്ന്. തുടർന്ന് അച്ഛൻ്റെ അടുത്ത് ബാക്കി കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. കട ഒഴിപ്പിക്കുന്ന ഭാഗമായിട്ട് ആ വയസ്സായ സ്ത്രീയെ കോൺസ്റ്റബിൾ തള്ളിയിട്ടു. അങ്ങനെ അവരുടെ തല പോയിട്ട് കല്ലിലിടിച്ചിട്ട് രക്തം പോയി. ബ്ലഡ് വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഇവർക്ക് വേണ്ടിയിട്ടായിരുന്നു. തുടർന്ന് രേവതി പറയുന്നുണ്ട്, ആ അമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചത് അത് കണ്ട ദേഷ്യത്തില് സച്ചേട്ടൻ അവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോയതാണ്, അല്ലാതെ സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് രേവതി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ രവി ചോദിക്കുന്നുണ്ട്, എന്റെ മകൻ അവരുടെ ഷർട്ടിൽ പിടിച്ചു, അത് തെറ്റ് തന്നെയാണ്, പക്ഷെ അവർ ചെയ്തതും തെറ്റ് തന്നെയല്ലേ എന്ന് കരുതിയിട്ട് പോലീസുകാരന്റെ ഷർട്ടിൽ കയറി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് തെറ്റല്ലെന്ന് ചോദിക്കുമ്പോൾ വർഷയും അതുപോലെ ശ്രീകാന്തും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ആ അമ്മയെ പിടിച്ചിട്ട് നിങ്ങളെ പോലീസുകാരൻ തള്ളിയിട്ടിട്ട് അവരെ തല പൊടിച്ചത് തെറ്റല്ലേ? പോലീസുകാർ തെറ്റ് ചെയ്താൽ അത് തെറ്റല്ലേ? അപ്പോ ആ പോലീസുകാർ ചെയ്ത തെറ്റിനെ നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അവര് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കൂ എന്ന് കരുതിയിട്ട് ഇവൻ ചെയ്തത് തെറ്റല്ലാതാവുന്നില്ലല്ലോ. ഇവന്റെ മേലെ ഇപ്പൊ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, സർ ഇവൻ തെറ്റല്ലേ ചോദ്യം ചെയ്തത്, പിന്നെ തെറ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ എന്താ ഫിലിം സ്റ്റാറോ മറ്റോ ആണോ? അല്ലെങ്കിലും ഇവനെ അല്ലല്ലോ തള്ളിയിട്ടത്, വല്ലവനും തള്ളിയിട്ടത് കണ്ടിട്ട് ഇവൻ എന്തിനാ നോക്കി നിൽക്കാൻ വേണ്ടി പോയത്? ഇവന്റെ കാര്യം നോക്കിയിട്ട് അങ്ങ് പോയാ പോരെന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ വിട്ടിട്ട് പോകാൻ വേണ്ടി പറ്റില്ല, തെറ്റ് നടന്നു കഴിഞ്ഞാൽ അത് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയാണ് അച്ഛമ്മ എന്നെ വളർത്തിയെന്ന് പറയുമ്പോ, അല്ലെങ്കിലും നിന്നെ വളർത്തി നാശാക്കിയത് അവർ തന്നെയാണല്ലോ എന്ന് ചന്ദ്ര പറഞ്ഞ കേട്ട ഉടനെ തന്നെ എപ്പോഴാ എന്താ സംസാരിക്കേണ്ടതെന്നുള്ള കാര്യം ചന്ദ്രൻ നിനക്ക് അറിയില്ലേ? നിങ്ങള് വളവളാന്ന് സംസാരിക്കാതെ നീ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് സച്ചിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ അവരെ കൊണ്ടുപോയിക്കോളൂ, തെറ്റ് ചെയ്തത് പോലീസുകാരനാണ്, എന്നിട്ട് സച്ചിയേട്ടനെ കൊണ്ടുപോകണല്ലേ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കമ്മീഷണർ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടോളാം, നിങ്ങൾ അവിടെ വന്ന് ബാക്കി മറുപടി പറയേണ്ടി വരുന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ കൂട്ടിയിട്ട് അവർ പോകുന്നുണ്ട്. സച്ചിയെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് താനും കൂടെ വരാ എന്ന് രവി പറയുന്നുണ്ട്. വേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് നിർത്തുവാണ്. ശ്രീകാന്ത് അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് വാ എന്ന് വർഷ പറയുന്നുണ്ട്. വേണ്ട ആരും വരണ്ട, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല, ഇത് ചെറിയൊരു വിചാരണ മാത്രമാണ്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രേവതി എടുത്ത് ഭയപ്പെടണ്ട എന്നും കൂടി പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നത്. സച്ചി പോയതിന് പുറകെ തന്നെ രേവതി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. നീ എങ്ങോട്ടാടി പോകുന്നത്? ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് തീരെ മനസാക്ഷിയില്ലേ? എന്റെ ഭർത്താവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഭക്ഷണമായിരിക്കും വലുത്, പക്ഷെ എനിക്ക് എന്റെ ഭർത്താവാണ് വലുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. വാക്കുകളൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്ക് വെടികൊണ്ട പന്നിയെ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും രേവതി അങ്ങ് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ? ആർക്കാണ് അഹങ്കാരം? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നിന്റെ മകനെയാണ്, അതിന്റെ ഇച്ചിരി പോലും നിനക്ക് വിഷമമില്ലെന്ന് ചോദിക്കും. അല്ലെങ്കിലും ഈ വീട്ടിൽ പുതിയതായിട്ട് നടക്കുന്ന കാര്യം വല്ലതുമാണോ? അവൻ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോയി വരുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങ് തിന്നോ എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് ദേഷ്യം പിടിച്ചങ്ങ് പോകുന്നുണ്ടേ. ചന്ദ്രയുടെ സംസാരമൊക്കെ കേട്ടിട്ട് നിന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിന്റെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് കേട്ടോ ശ്രീകാന്തിന്റെ അടുത്ത് വർഷം ചോദിക്കുന്നത്. അല്ലെങ്കിലും അമ്മയ്ക്ക് സച്ചേട്ടനോട് സ്നേഹമൊന്നുമില്ലല്ലോ, പാവം സച്ചേട്ടൻ ഇനി അവര് വിടോ ഇല്ലോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നൊക്കെ ശ്രീകാന്ത് വിഷമത്തോട് കൂടി പറയുമ്പോ, നീ ടെൻഷൻ അടിക്കണ്ട, രേവതി ചേച്ചി എന്തായാലും പോയിട്ട് വരട്ടെ, എന്താണെന്നുള്ള കാര്യം വിളിച്ച് പറയുമല്ലോ, അതിനുശേഷം നമുക്ക് ലോയറുമായിട്ട് ബന്ധപ്പെടാം. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയ സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത്. പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ സച്ചിയെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അയാളുടെ കൈ അങ്ങ് വിടിപ്പിച്ചിട്ട്, സാർ ഞാൻ ഓടിപ്പോകാനൊന്നും പോകുന്നില്ല, ഞാൻ നല്ല രീതിയിലല്ലേ വരുന്നത്, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സാർ ഞാൻ നിങ്ങളടുത്തല്ലേ പറയുന്നത്, അതൊക്കെ ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി, എനിക്കൊരു ഭയമില്ല, ഞാൻ ആരടുത്ത് എന്ത് വേണമെങ്കിലും പറയും. സച്ചി ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്ത് ഇൻസ്പെക്ടർ ഇല്ല. ഇൻസ്പെക്ടർ സാർ എവിടെയെന്ന് ആ പോലീസുകാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. നീ വിളിക്കുമ്പോൾ തന്നെ വരാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ എന്താ നിന്റെ വീട്ടുകാരനാണ്, അവര് വരും, നീ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ ഇരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സച്ചിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ, അദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ സച്ചി അവിടെ ഇരിക്കുന്നത് കാണുവാണ്. സച്ചി അവിടെ ഇരിക്കുന്ന സമയത്ത് കാണുന്നൊന്നുമില്ല കേട്ടോ, അയാളാണെങ്കിൽ സച്ചിയെ തന്നെ അങ്ങനെ നോക്കിക്കുവാണ്. കുറച്ച് കഴിയുമ്പോൾ സച്ചി ഇങ്ങനെ തിരിയുമ്പോഴാണ് അയാൾ നോക്കി നിൽക്കുന്നത് കാണുന്നത്. സച്ചി പ്രത്യേകിച്ച് ഒന്നും മിണ്ടുന്നൊന്നുമില്ല, പക്ഷെ ആ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ വലിയ ഹീറോ ആണെന്നാണ് ഇവന്റെ വിചാരം. പോലീസുകാരുടെ ഷർട്ടിൽ കൈവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ഇവനൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോഴേക്കും വേറൊരു പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇൻസ്പെക്ടർ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ എവിടെയോ പോയതാണ്, ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട്. സച്ചിയെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനും പ്രശ്നം ഉണ്ടാക്കാനുള്ള രീതിയിൽ തന്നെ അയാൾ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. നീ അവിടെ വലിയ ഹീറോ പോലെ സംസാരിച്ചിട്ടുണ്ടല്ലോ, നിന്റെ അഹങ്കാരം നീ ഇവിടെ നിന്ന് കാണിക്കടാ. ഇത് കേട്ട് സച്ചിയും ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അഹങ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോം ആണ്, എന്നാ ഞാൻ അങ്ങനെയല്ല, എന്റെ കയ്യിലുള്ള നേർമയാണ് എന്റെ അഹങ്കാരം. എന്റെ അഹങ്കാരം ഞാൻ കാണിച്ചാലുണ്ടല്ലോ നിങ്ങൾ അത് താങ്ങില്ല, വന്നിട്ടാണ് നിങ്ങൾ എന്റെ അടുത്ത് അഹങ്കാരം കാണിക്കുന്നത്. എന്നാ ഞാൻ അങ്ങനെയല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. ആരെയും പറ്റിക്കാതെ നേർമയോട് കൂടി അധ്വാനിക്കുന്നവൻ പോലീസിനെന്നല്ല ഒരുത്തനെയും ഭയപ്പെടില്ല. തെറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിന്റെ ഈ സംസാരം കൊണ്ടല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത്, 6 മാസമെങ്കിലും നീ അകത്ത് കിടക്കടോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. കൂടെ വന്നിരിക്കുന്ന മറ്റു ട്രാഫിക്കാരാണ്
കൂടെ വന്നിരിക്കുന്ന മറ്റു ട്രാഫിക് പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ മിനിസ്റ്റർ ഏതൊരു വഴി കൂടെ കടന്നു പോകുന്നുണ്ട്, നമുക്ക് ട്രാഫിക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവനും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി എത്തിയതാണ് കേട്ടോ കാണിക്കുന്നത്. രേവതിയെ കണ്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുവാണേ. നിങ്ങളെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ വീട്ടിലിരിക്കണായിരുന്നോ? ഇത് ആവശ്യമില്ലാത്ത പ്രശ്നമാണ്, നിങ്ങൾ വെറുതെ ദേഷ്യപ്പെട്ടിട്ടാണെന്നൊക്കെ പറയുമ്പോ, അല്ലെങ്കിൽ രേവതി നീ എനിക്ക് പാടെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? തെറ്റ് ചെയ്തവരെ ആരും നിന്റെ കണ്ണിൽ പെടില്ല. തെറ്റ് ചോദ്യം ചെയ്ത ഞാനാണ് ഇപ്പൊ തെറ്റുകാരനല്ലേ? അവരുടെ കട ഈ പോലീസുകാരല്ലേ എടുത്തോണ്ട് പോയത്, അത് അവരുടെ ജോലിയെന്ന് രേവതി പറയുമ്പോ ഏത് തള്ളിയിട്ടിട്ട് അവരുടെ തല പൊട്ടിക്കുന്നതോ? നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോവാൻ നോക്ക് രേവതി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നാട്ടുവാണ് സച്ചി. അവർ രണ്ടുപേരും സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്താ ശബ്ദം എന്ന് ചോദിക്കുവാണേ. അത് കഴിഞ്ഞ് രേവതിയാണെങ്കിൽ ഇൻസ്പെക്ടർ സാർ എപ്പോ വരും, ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ, വെറുതെ വിടാനൊക്കെ പറയുന്നുണ്ട്. സാർ എപ്പോഴാ വരിക എന്നുള്ള കാര്യം അറിയില്ല സാർ, ഇതിന് എന്ത് ശിക്ഷയായിരിക്കും കിട്ടാന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ജഡ്ജിയുടെ നമ്പർ തരാം, നീ തന്നെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചെങ്കിൽ എന്നൊക്കെയാണ് പോലീസുകാരൻ പറയുന്നത്. രേവതി നിനക്ക് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന എന്തിനാണ്, നീ പോവാൻ നോക്കെന്ന് പറയുന്നുണ്ട്. സാർ ഒന്ന് പറ സാർ, എന്ത് ശിക്ഷയെ കിട്ടാന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ വളവളാന്ന് സംസാരിക്കാതെ പോവാൻ വേണ്ടി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അങ്ങനെ പോകുന്നുണ്ട്. രേവതി നിന്റെ അടുത്ത് പോകാനല്ലേ ഞാൻ പറഞ്ഞത്, ഇല്ല ഞാൻ പോവില്ല, നിങ്ങളും കൂട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നുള്ള കാര്യമാണ് രേവതി തിരിച്ചു പറയുന്നത്. അതേ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് കേട്ടോ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി വരുന്നത്. മറ്റൊന്നിനുമല്ല, 30 ലക്ഷം രൂപ പോയിട്ടുണ്ടല്ലോ, അതിന്റെ കേസ് എന്തായി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. എത്ര നാളായി ശ്രുതി ഇവർക്ക് നമ്മൾ കേസ് കൊടുത്തിട്ട്, എന്നിട്ട് ഇതുവരെ ഒരു അന്വേഷണം ഒന്നും ഉണ്ടായില്ലല്ലോ. അവർക്ക് എന്താ ശ്രുതി നമ്മുടെ കേസ് മാത്രമാണോ? 100 കേസുകൾ ഉണ്ടാവില്ലേ? എങ്കിലും അങ്ങനെയല്ലല്ലോ. ഞാൻ എന്തായാലും പുതിയൊരു ടാക്ടിക്സ് വെച്ചിട്ടുണ്ട്, അവര് എത്രയും വേഗം തന്നെ കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്തോ ഐഡിയ ആയിട്ടുണ്ട് ശ്രുതി ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്. രണ്ടുപേരും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോ തന്നെ സച്ചി രേവതി അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അവരടുത്ത് ചോദിക്കാതെ ശ്രുതി ഇവരെന്തായിരിക്കും ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണെ. അതിന് മറുപടിയായിട്ട് ശ്രുതി പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വരുന്നത് നിന്റെ അനിയൻ എന്താ പുതിയതായിട്ടുള്ള കാര്യമാണോ എന്നാണ്. അത് കേട്ട് ശ്രുതി ചിരിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ വന്ന കാര്യം പറയാൻ വേണ്ടി നിൽക്കുവാണേ. അങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്ത് മാഡം എന്ന് പറഞ്ഞിങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നു പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾ അങ്ങ് ഓടിച്ചു വിടുന്നുണ്ട്. സർ ഇവൻ എന്തിനാണ് ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താനാരതൊക്കെ ചോദിക്കാന്ന് പോലീസുകാരൻ തിരിച്ച് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അവന്റെ ഏട്ടനാണ്. ഓ അനിയനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നതാണോ? ആര് സാർ ഇവനോ? ഇവൻ വേണമെന്നുണ്ടെങ്കിൽ 2-3 കേസും കൂടി എന്റെ മേലിട്ടിട്ട് ജയിലിൽ അടയ്ക്കാനുള്ള വഴിയെ നോക്കുള്ളൂ എന്ന് സച്ചി മറുപടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതിക്ക് അറിയണമല്ലോ എന്താ കേസെന്ന്. സാർ എന്താണ് കേസെന്ന് വീണ്ടും ചോദിക്കുവാണേ. പോലീസിന്റെ മേൽ കൈവച്ചു, അതോട് പിടിച്ചോണ്ട് വന്നതാണെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. ഇവൻ അതൊക്കെ ചെയ്യും സാർ, നാട്ടിലെ ഇവൻ അടിക്കാത്ത ആൾക്കാരില്ല, എല്ലാവരുമായിട്ട് ഇവൻ പ്രശ്നം ഉണ്ടാക്കും, ഇവനെ ഉടനെ വിട്ടുകളയരുത് സാർ, അവനെ പിടിച്ചിട്ട് കുറച്ചുനാൾ ഉള്ളിലിടണം, അപ്പൊ മാത്രമേ ഇവനൊക്കെ തിരുത്തുള്ളൂ എന്നൊക്കെ ശ്രുതി പറഞ്ഞ് കേൾക്കുമ്പോൾ രേവതി അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശ്രുതി നിന്റെ ഭർത്താവ് എന്ത് വിഡ്ഢിത്തരാണ് ഈ പറയുന്നത്, സ്വന്തം അനിയനാണ് പിടിച്ച് ജയിലിലിടാൻ വേണ്ടി പറയുന്നത്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രേവതി ജയിലിലിടുക തന്നെയല്ലേ ചെയ്യാന്ന് ശ്രുതി ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്തെന്നുള്ള കാര്യം നീ കണ്ടിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിലും നടന്ന സംഭവം എന്താന്നുള്ള കാര്യം നിനക്ക് അറിയാമെന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. രേവതിയുടെ ദേഷ്യം കാണുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി നീ ഇവിടെ ഇരിക്കും, ഇവ എന്തല്ലാണ്ട് വേറെ എന്താ പറയാൻ വേണ്ടി പോവാ. അങ്ങനെ അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ കുടുംബത്തിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അല്ല സാർ, സാർ ഞാൻ തന്ന കംപ്ലൈന്റ് എന്തായി, ഏത് സ്റ്റേജിലുള്ളതെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഉടനെ തന്നെ ഏത് കേസാണെന്നാണ് പോലീസുകാരൻ ചോദിക്കുന്നത്. ഏത് കേസാണെന്ന് പോലും അറിയില്ലേ, പിന്നെ എങ്ങനെയാണ് സാർ അന്വേഷണം ആരംഭിക്കുന്നത്? ഒരു ദിവസം എന്തോരം കംപ്ലൈന്റ് ഇവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം നിനക്കറിയോ? എല്ലാം ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറ്റുമോ? ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, സാർ 30 ലക്ഷം രൂപ ഒരുത്തൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിച്ചോണ്ട് പോയി എന്ന്. ഉടനെ സച്ചി അവിടുന്ന് കമന്ററി പറയുന്ന പോലെ പറയുന്നുണ്ട് കേട്ടോ. സാർ അവൻ പറ്റിച്ചോണ്ട് പോയതല്ല, ഇവര് പോയി പറ്റിക്കപ്പെട്ടതാണ്. നിന്റെ അടുത്ത് സച്ചി ആരെങ്കിലും ചോദിച്ചോ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. സാർ ഞാനൊരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് CCTV ഫുട്ടേജ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതിനകത്ത് ആളുടെ ഫേസും കാണിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇൻസ്പെക്ടർ എടുത്ത് ചോദിക്കണം, അദ്ദേഹം ഇപ്പൊ വരും, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് കേട്ടോ സുധീരുടെ അടുത്ത് പറയുന്നത്. അപ്പോഴേക്കും സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പുറകെ പോകുമ്പോഴേക്കും ഇവര് പറഞ്ഞു വെച്ച് നോക്കും നമ്മളിവിടെ കുറെ നേരം ഇരിക്കണം എന്നാണല്ലോ സുധി തോന്നുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ അവരുടെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം, നീ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിർത്തിയിട്ട് ശ്രുതിയാണെങ്കിൽ ആ സംസാരിച്ച പോലീസുകാരന്റെ അരികിലേക്ക് ചെല്ലുവാണേ. ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അയാളെ മാറ്റി നിർത്തിക്കൊണ്ട്, സർ നിങ്ങളുടെ ഇൻസ്പെക്ടർ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, ബാക്കി കാര്യങ്ങളൊക്കെ ചെവിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അയാൾ ചെവിയിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കേട്ടതിന് ശേഷം സുധീരുടെ അടുത്ത് നീ എന്ത് വർത്താനാടാ പറയുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഒറ്റ അടി അങ്ങ് കൊടുക്കുവാണേ. ശ്രുതിയെ അടിക്കുന്ന കണ്ട ഉടനെ ശ്രുതിയാണെങ്കിൽ എന്തിനാ സാർ അവരെ അടിക്കുന്നത്, പിന്നെ നിന്റെ ഭർത്താവ് പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ അടിക്കല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇൻസ്പെക്ടർ സാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ തൂക്കിയെടുത്ത് ഉള്ളിലിടുന്നും കൂടി പറയുന്നുണ്ട്. അടികൊണ്ട വേദനയിൽ കൈ മുഖത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രുതിക്ക് അരികിലേക്ക് ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാണ് അവര് നിന്നെ അടിച്ചതെന്ന്. ഒന്നുമില്ല ശ്രുതി, അത് വിട്ടേക്കെന്ന് പറയുകയാണേ. ആ പോലീസുകാരൻ പൊതുവെ അങ്ങനെ ആരുടെ ദേഷ്യപ്പെടാത്തതാണ്. സാറ് ഭയങ്കര സമാധാനപരമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ, എന്തിനാണ് അവരുടെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെട്ടത് വെച്ചിട്ട് വേറൊരു പോലീസുകാരൻ ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്.
അവൻ എന്താ ചോദിച്ചതെന്നുള്ള കാര്യം അറിയോ? എന്താ സാർ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം ചെവിയിൽ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. അവൻ എന്റെ അടുത്ത് ഇമ്മാതിരി വർത്താനം പറഞ്ഞത്. ഓ അങ്ങനെയാണല്ലേ പറഞ്ഞ് അവനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാരനെ ചെന്നിട്ട് ശ്രുതിക്ക് അടി കൊടുക്കുവാണേ. അത് കണ്ട ശ്രുതിയാണെങ്കിൽ ഇതെന്താണ് ഓരോരുത്തർ മാറി മാറി എന്ന് അടിക്കുന്നത്? ഇവൻ ചോദിച്ച ചോദ്യത്തിനുണ്ടല്ലോ ഇവനെ ജയിലിലിട്ടിട്ട് നല്ല ചാട്ടവാർ കൊണ്ട് അടിക്കണം. അടിക്കുന്നത് കണ്ട രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏട്ടൻ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ അടിക്കുന്നതെന്ന്? അമ്മാതിരി എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ടുണ്ടാവുന്ന സച്ചി. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന മറ്റൊരു പോലീസുകാരനും കാര്യം അന്വേഷിച്ചിട്ട് ശ്രുതിയെ വന്ന് അടിക്കുന്നുണ്ട്. ശ്രുതി കാര്യം അന്വേഷിക്കുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് മനസ്സിലാവാണ് എന്തോ ഭയങ്കര മണ്ടത്തരാണ് പറഞ്ഞത്. അതുകൊണ്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നില്ല കേട്ടോ. ശ്രുതിയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പോലീസുകാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ കംപ്ലൈന്റിനെ കുറിച്ച് അന്വേഷിക്കാനല്ലേ വന്നത്, എന്നിട്ട് നിങ്ങൾ എന്താ മാറി മാറി അടിക്കുന്നത്? അവൻ പറഞ്ഞ വർത്തമാനത്തിലുണ്ടല്ലോ അവനെയാണ് ആദ്യം പിടിച്ച് ജയിലിടുന്നത്. ഇൻസ്പെക്ടർ വരുന്നവരെ അവന്റെ വായ അടച്ചിട്ട് ഇരിക്കാൻ വേണ്ടി അവന്റെ അടുത്ത് പറഞ്ഞേക്ക്, സർ അവര് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. അവനൊരു ഇൻഡസെന്റ് എന്ന് പറയുമ്പോ ആര് അവനോ? ഇനി അവനെ ഈ സ്റ്റേഷന്റെ പരിസരത്തേക്ക് പോലും കൂട്ടിക്കൊണ്ടുവരരുത്. ആദ്യം നിങ്ങൾ ഇവിടുന്ന് പോവാൻ വേണ്ടി നോക്ക്. അപ്പൊ സർ ഞങ്ങളെ കംപ്ലൈന്റോ? ഇവൻ ചോദിച്ച കാര്യം ഇൻസ്പെക്ടർ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലല്ലോ ഇവനെ കെട്ടിയിട്ടടിക്കും. ആദ്യം ഇവൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. പോവാനല്ലേ പറഞ്ഞെന്ന് ശ്രുതിയുടെ അടുത്ത് പറയുമ്പോഴേക്കും വേഗം ശ്രുതിയെ കൂട്ടിയിട്ട് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി പോകുന്ന ശ്രുതിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട്, എടാ എന്നെ 6 മാസം എടുത്ത് ജയിലിലിടാനല്ലേ നീ പറഞ്ഞത്? നിന്നെ ജീവിതാവസാനം വരെ ജയിലിലിടുന്നതാണല്ലോ അവര് പറഞ്ഞത്. അതിന് മാത്രം നീ എന്താടാ ചോദിച്ചു നോക്കിയപ്പോ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തിറങ്ങി അവിടെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, ശ്രുതി അതിന് മാത്രം നീ എന്താ അവരുടെ അടുത്ത് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോ ചോദിച്ച കാര്യം ശ്രുതിയുടെ അടുത്തും പറയുന്നുണ്ട്. കേട്ട ഉടനെ തന്നെ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീയൊക്കെ എന്തിനാ പഠിച്ചത്? ഇങ്ങനെയാണോ പോയിട്ട് ഓരോരുത്തരോട് ചോദിക്കുന്നത്? നമ്മുടെ കേസ് ഇനി അന്വേഷിക്കാതെ അവർ വെറുതെ വലിച്ചോണ്ട് പോകും. പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് പോലും ശ്രുതിയും കൂട്ടി വരാൻ വേണ്ടി പാടില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വരേണ്ടത്. നിന്നെ കൂട്ടി വന്ന എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി അവിടുന്ന് പോകുന്നുണ്ട്. തുടർന്ന് ഇൻസ്പെക്ടർ വരുവാണ് ചെയ്യുന്നത്. വന്നോടെ തന്നെ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് വലിയ റൗഡിയാണോ പോലീസുകാരനെ അടിക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ, സർ ഞാൻ അവരെ അടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവനെ പിടിച്ചിട്ട് ഉള്ളിലിട്ടേക്ക് 4 ദിവസം ഉള്ളിൽ കിടക്കുമ്പോൾ അവന്റെ സൂക്കേട് മാറിക്കോളും എന്നൊക്കെ ഇൻസ്പെക്ടർ പറയുമ്പോൾ, രേവതിയാണെങ്കിൽ സർ അവരുടെ മേലെ ഒരു തെറ്റുമില്ല. നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. സർ ഞാൻ ഇവരുടെ വൈഫാണ്. പോലീസുകാരന്റെ ഷർട്ടിന്റെ മുകളിൽ കൈവച്ചിട്ട് ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥാണുള്ളത്? സർ ഞാൻ ചെയ്തത് കാര്യം എന്താന്ന് കേട്ടാൽ സാറിന് ന്യായം എന്താന്നുള്ള കാര്യം മനസ്സിലാകും. റൗഡിത്തരം ചെയ്തിട്ട് നീ ന്യായം സംസാരിക്കാൻ വേണ്ടി വരുന്നോ? അപ്പൊ പോലീസുകാരന്റെ റൗഡിത്തരം കാണിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് സച്ചി അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. നീ എന്താടാ പോലീസുകാരെ പഠിപ്പിക്കാൻ വേണ്ടി വരുവാണോ? സർ ആദ്യം ഞാൻ പറയുന്നൊന്ന് സാർ കേൾക്കൂ, അതിനുശേഷം സാർ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ. സാർ ഓരോരുത്തന്മാര് കോടിയായിട്ട് കൊള്ളയടിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അവരെയൊന്നും ആരും ചോദ്യം ചെയ്യില്ല. എന്നാൽ വയസ്സായിട്ടുള്ള 2 പേര് ചേർന്നിട്ട് പ്ലാറ്റ്ഫോമിൽ ചെരുപ്പ് തയ്ക്കുന്ന കട വെച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കട പോലീസുകാർ വന്നിട്ട് കാലിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇത് കേട്ട ഇൻസ്പെക്ടർ ആണെങ്കിൽ അവിടെ നിൽക്കുന്ന പോലീസുകാരുടെ നേർക്ക് നോക്കുന്നുണ്ട്. സർ കോർപ്പറേഷനിൽ പ്ലാറ്റ്ഫോമിലുള്ള കടയെല്ലാം കാലിയാക്കാൻ വേണ്ടിയിട്ട് വന്ന് ഓർഡർ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, പ്ലാറ്റ്ഫോമിലുള്ള കട വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് പോവുക തന്നെ ചെയ്യും. സർ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് അവര് പ്ലാറ്റ്ഫോമിൽ കട വെച്ചിരിക്കുന്നത്. സർ ശരി, അതും നിയമപരമായിട്ട് തന്നെ കണ്ടോളൂ. എന്നാ സർ അതിനൊരു മൊറയൊക്കെ ഇല്ലേ? എങ്കിലും ഒരു മനസാക്ഷിയൊക്കെ ഇല്ലേ സർ? വയസ്സായ 2 പേര് അവര് കെഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുള്ള അമ്മയെ പിടിച്ച് തള്ളിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വീണു. എന്നിട്ട് അവരുടെ തല പൊട്ടി എന്ന് പറയാണേ. പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടെന്നോ? അതെ സർ, അവർക്ക് തലയ്ക്ക് മുറിവ് പറ്റിയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാണോ ഉള്ളതെന്ന് രേവതി പറയുന്നുണ്ട്. അവർ 2 പേരും ഞങ്ങൾക്ക് ആരുമല്ല, പക്ഷെ നന്നായിട്ട് അറിയുന്നവരാണ്. സ്വന്തം അച്ഛനും അമ്മയും പോലെ തന്നെയാണ്. അവർക്ക് അടിപെട്ടത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. കണ്ണിന് മുമ്പിൽ അന്യായം നടക്കുന്ന സമയത്ത് സർ കണ്ടിട്ട് നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് സർ ഞാൻ അവരുടെ ഷർട്ടിൽ പിടിച്ചത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് സർ, പക്ഷെ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. സർ എന്നോട് ക്ഷമിക്കണം. തുടർന്ന് ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെ. അവർക്ക് തലയ്ക്ക് മുറിവ് പറ്റിയിട്ട് നന്നായിട്ട് രക്തം പോയിട്ടുണ്ട്. ബ്ലഡ് കയറ്റണം എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് തന്നെയാണെന്ന് രേവതി പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇൻസ്പെക്ടർ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ആ ട്രാഫിക് പോലീസുകാരൻ അങ്ങോട്ട് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ സാറിന് സല്യൂട്ടൊക്കെ ചെയ്തതിനു ശേഷം, സർ ഇവനാണ് എന്റെ ഷർട്ടിൽ പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയത്, ഇവൻ ശരിക്കൊരു റൗഡിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ചെയ്തതിരിക്കട്ടെ, നീ എന്താ ചെയ്തതെന്ന് ഇൻസ്പെക്ടർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. സർ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ അവന്റെ അടുത്ത് പറയുന്നുണ്ട്, കട കാലിയാക്കൽ മാത്രമാണ് നിന്റെ പണി, അത് ചെയ്യാതെ വയസ്സായ ആൾക്കാരെ പിടിച്ചിട്ട് തള്ളിയിട്ടു. അവർക്ക് തലയ്ക്ക് മുറിവ് പറ്റിയെന്നുള്ള കാര്യം കൂടി പറഞ്ഞല്ലോ. അല്ല സർ ഞാൻ ഒരുപാട് പറഞ്ഞു, പക്ഷെ അവർ കേട്ടില്ല എന്ന് പറയുമ്പോഴേക്കും എന്ന് കരുതിയിട്ട് നീ അവരെ തള്ളിവിടുവോ? സർ ഞാൻ അറിയാതെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോ, എന്തറിയാതെ എന്നാണ് ഇവിടെ താനേ പറയുന്നത്? ഇവര് കംപ്ലൈന്റ് കൊടുത്തഞ്ഞാലുണ്ടല്ലോ പിന്നെ നിന്റെ ദേഹത്ത് ഈ ഷർട്ട് ഉണ്ടാവില്ല. അവരുടെ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ തിരികെ അവർക്ക് തന്നെ കൊടുക്കണം. ട്രാഫിക് പോലീസിന്റെ കൂടെ ഒരു പോലീസുകാരെയും അയക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സച്ചിയുടെ അടുത്ത്, നീ ചെയ്തത് തെറ്റല്ലാതാവുന്നൊന്നുമില്ല, പോലീസുകാരുടെ മേലെ കൈവയ്ക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല, അവന്റെ മേലെ തെറ്റുള്ളത് കൊണ്ടാണ് നിന്നെ വെറുതെ വിടുന്നത്, ഇല്ലെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് ജയിലിലിട്ടേനെ. നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കണം. കൺമുമ്പിലുള്ള തെറ്റ് ചോദ്യം ചെയ്യുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ അധികാരം കയ്യിൽ
കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സോറി സാർ എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ട് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. ലെറ്റർ ഒക്കെ എഴുതി കൊടുത്ത് സച്ചി രേവതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആ ട്രാഫിക് പോലീസുകാരനാണെങ്കിൽ ഇടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് അടിയിലേക്ക് വിളിക്കുകയാണ്. നീ ഇതോടുകൂടി രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട സർ, തെറ്റ് ചെയ്യാത്തവര് ദൈവത്തെ പോലും ഭയക്കും.